നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ രാജാവായ ആത്മപ്രഭാവത്തിൻ്റെ കാരകനായ പിതൃകാരകനായ സൂര്യൻ്റെ കഴിഞ്ഞ 30 ദിവസം തൻ്റെ നീചരാശിയായ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്കുള്ള പ്രവേശനത്തോടനുബന്ധിച്ചുള്ള ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. താതശ്ച ആത്മപ്രഭാവ, പിതാവും തൻ്റെ വ്യക്തിത്വവുമൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് വൃശ്ചിക രവി സംക്രമമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 വൃശ്ചിക മാസം 1-ാം തീയതി ശനിയാഴ്ച, അതായത് 2024 നവംബർ മാസം 16-ാം തീയതി കാലത്ത് 7:30 സൂര്യൻ വൃശ്ചികത്തിലേക്ക് സംക്രമിക്കുകയാണ്. അതാണ് വൃശ്ചിക രവി സംക്രമം. ഒരു രാശി എന്നാൽ സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുന്നത് 32 ദിനങ്ങളിലാണ്. അതിനാൽ മേടം മുതൽ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഒരു മാസക്കാലത്തെ സൂര്യൻ്റെ വൃശ്ചികൻ രാശിയിലേക്കുള്ള പ്രയാണവും അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളുമായി. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക. കഴിഞ്ഞ ഒരു മാസക്കാലം ഏറ്റവും അധികം ഈ സൂര്യൻ്റെ നീചസ്ഥിതി ബാധിച്ചിരിക്കുക തുലാം രാശിക്കാരെ ആയിരിക്കും. കാരണം സൂര്യൻ നീചസ്ഥനായി നിൽക്കുന്ന രാശിയാകുന്നു തുലാം. അതിനാൽ ആ സൂര്യൻ വളരെയധികം തൻ്റെ ആത്മപ്രഭാവം, വ്യക്തിത്വം, പൗരുഷം ഇതൊന്നും തന്നെ പ്രകടിപ്പിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു തുലാം രാശിക്കാർ. പ്രത്യേകിച്ച് ഈ ദാമ്പത്യ വിഷയത്തിലൊക്കെ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകളും അനുഭവിച്ച സമയമായിരിക്കാം. ആ സൂര്യനെന്ന് 11-ാം ഭാവാധിപനായി, ലാഭാധിപനായി ധനഭാവത്തിൽ വന്നിരിക്കുന്നു. 2-ാം ഭാവം എന്നാൽ ധനമാകുന്നു, കുടുംബമാകുന്നു, താൻ സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തികളാകുന്നു. അതിനാൽ ഈ സൂര്യൻ കഴിഞ്ഞ ഒരു മാസത്തെ നീചരാശിയേക്കാളും എത്രയോ കൂടുതൽ ശക്തനായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ അനുകൂലമാകുന്നു തുലാം രാശിക്കാർക്ക്. 2-ാം ഭാവം എന്നാൽ ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം, തൻ്റെ വലത്തെ കണ്ണാകുന്നു, താൻ സംരക്ഷിക്കപ്പെടേണ്ട ആളുകളാകുന്നു, തൻ്റെ ധനമാകുന്നു. വിദ്യാച വിവിധാപ്യേത, തൻ്റെ പല രീതിയിലുള്ള വിദ്യകളൊക്കെ ചിന്തിക്കേണ്ടുന്നത്, പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ചിന്തിക്കേണ്ടുന്നത് 2-ാം ഭാവം കൊണ്ടാണ്. ഈ സൂര്യൻ 2-ാം ഭാവത്തിൽ വളരെ അനുകൂലമാണ്. ധനയസ്യ ഭാനോർ സ ഭാഗ്യാധികസ്യ, 2-ൽ സൂര്യൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറയുന്നു അയാൾക്ക് നല്ല ഭാഗ്യമുണ്ടാകും. ചതുഷ്പാസുഖം, അയാൾക്ക് വാഹനങ്ങൾ ലഭിക്കും, അയാൾ വാഹനങ്ങൾ വാങ്ങാൻ പോകുന്നു, വാഹന സുഖം അയാൾക്ക് ലഭിക്കുന്നു. സദ്വയെ സംജയാതി, ഇയാൾ നല്ല കാര്യങ്ങൾക്ക് ധാരാളം കാശ് ചെലവാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബേ കലിർ ജായദേവി, 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ ഭാര്യ കാരണം തൻ്റെ കുടുംബത്തിൽ കലിയുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു. ക്രിയാനിഷ്ഫലായാതി ലാഭസ്യഹേതുഹോ, ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട് സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഹോരാശാസ്ത്രത്തിൽ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം ഭൂരിദ്രവ്യോ നൃപഹൃതധനി വക്രരോഗി ദിദേ എന്നാണ്. ഭൂരിദ്രവ്യ, തനിക്ക് ധാരാളം ധനം ലഭിക്കും. നൃപഹൃതധനി, നൃപൻ തൻ്റെ ധനം കൊണ്ടുപോകുമെന്നാണ്. അതിനാൽ ടാക്സ് അടക്കാനുള്ള വ്യക്തികളൊക്കെ തന്നെ, ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, അത് ബിൽഡേഴ്സായാലും കോൺട്രാക്ടർമാരായാലും വലിയ ഉദ്യോഗസ്ഥന്മാരായാലും ഏതെങ്കിലും രീതിയിൽ തൻ്റെ ധനം ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടുന്ന അവസ്ഥ സംജാതമാകും. അതിനാൽ ധനപരമായ വിഷയത്തിൽ വരുന്ന പോരായ്മകളൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 2-ാം ഭാവം വലത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. അതിനാൽ കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കൂടുതലാണ്. തന്നെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടാതെ നോക്കേണ്ടത് സമയവുമാകുന്നു. പാവേ വിത്തകതേ സ്വപൂർവ്വ നിജിത ദ്രവ്യക്ഷയ, തൻ്റെ പൂർവികമായി ഉണ്ടാക്കിയ പൈതൃകമായ സ്വത്ത് ചിലപ്പോൾ നശിച്ചു പോകും. അത് വിൽക്കേണ്ടുന്ന അവസരം വരുന്നതാണ്. നഷ്ടമില്ലാതെ വിൽക്കാൻ ശ്രമിക്കുക. ഭർത്തവ്യാമയ, തൻ്റെ കുടുംബത്തിൽ രോഗാദി അരിഷ്ടതകൾ വരും. ദുഷ്ടോക്തി, അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. അനാവശ്യമായ വാക്കുകളിലൂടെ, വാദവിവാദങ്ങളിലൂടെ മുന്നോട്ട് സഞ്ചരിക്കേണ്ടുന്ന അവസ്ഥ വരും. അതിനാൽ ലക്ഷ്മിത്വം വാക്കിൽ പാലിക്കുക, മിതത്വം പാലിക്കുക. മറ്റെല്ലാ കാര്യത്തിലും തുലാം രാശിക്കാർക്ക് ഈ സൂര്യൻ നല്ല അനുഭവത്തെ പ്രദാനം ചെയ്യുന്നതാണ്. 2-ാം ഭാവം വാഗ്സ്ഥാനമാകുന്നു. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ദോഷങ്ങൾ മാറ്റുക.
ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ധാര കൂളമാല വഴിപാടായി ചെയ്യുന്നതും തുലാം രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ്. നമസ്കാരം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വിശാഖം നക്ഷത്രത്തിലെ അവസാനത്തെ 15 നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രവും അടങ്ങുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ കർമാധിപനായി 10ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാകുന്നു. സൂര്യൻ അത് ലഗ്നത്തിൽ നിൽക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം കർമ്മമേഖലയിൽ അങ്ങേയറ്റം ഇറിറ്റേഷൻ ഉണ്ടാകുന്ന അസന്തുഷ്ടമായ ഒരവസ്ഥയിൽ നിന്നും മാറി തനിക്ക് തൻ്റെ വ്യക്തിത്വം പ്രതാപം അത് പ്രകടിപ്പിക്കുവാൻ ഈ വൃശ്ചികൻ രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യും. രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ ഒരു മാസക്കാലത്തെ ചാരവശാലുള്ള മാറ്റം. ക്രൂര സാഹസികോ വിഷാർജിതധനഃ ശസ്ത്രാന്തക അളിസ്ഥിതേ. സർജറിക്ക് വിധേയമാകാൻ ധാരാളം സാധ്യതകളുണ്ട്. ശിരോജന്യമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം. ക്രൂരഹ, പല കാര്യത്തിലും ക്രൂരമായ തീരുമാനങ്ങൾ എടുക്കുക. അതിനാൽ തനിക്ക് പല കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത അവസ്ഥ, വിഷമാവസ്ഥ താൻ തരണം ചെയ്യേണ്ടി വരും. അതിനാൽ വളരെയധികം തൻ്റെ ആത്മപ്രഭാവം അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. അതിലൂടെ ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കുന്നതായി. സാഹസികത പ്രകടിപ്പിക്കും. യത്കാര്യം യഹ അസമീക്ഷ്യ കരോതി സഹ സാഹസിക. ആരാണ് ഒരു കാര്യം അങ്ങേയറ്റം ചിന്തിക്കാതെ എടുത്തു ചാടുന്നത് അയാളാണ് സാഹസികൻ. അതിനാൽ സാഹസിക പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പാപേ ലഗ്നഗതയെ പരാജയ ശിരോരുഖ്. ലഗ്നത്തിൽ പാപഗ്രഹം വരുമ്പോൾ പരാജയമുണ്ടാകും. വിജയത്തിനെക്കാട്ടും പരാജയത്തിൻ്റെ കയ്പ് അനുഭവിക്കേണ്ടി വരും. വിജയത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധ്യത കുറവാണ്. ശിരോജന്യമായ രോഗങ്ങളുണ്ടാവും. ദുഃഖദുഷ്കീർത്തേഹ, തൻ്റെ പേരിന് മങ്ങലുണ്ടാക്കുന്ന അവസരങ്ങളുണ്ടാക്കും. വ്യാധ്യാദീനി ഇതര ക്രിയാഭിഗമനം, ഒരു കർമ്മത്തിൽ നിന്നും മാറി മറ്റൊരു കർമ്മത്തിലേക്കുള്ള ചാട്ടം ശ്രദ്ധിച്ചിട്ട് വേണം. രോഗാദി അരിഷ്ടതകൾ ശ്രദ്ധിക്കണം. അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടും ഹൃദയത്തിനും രോഗമുണ്ടാക്കുന്നു സൂര്യൻ വളരെ ഉഷ്ണഗ്രഹമാണ്. അതിനാൽ ശിരോജന്യമായ രോഗം, ഹൃത്ത് സംബന്ധമായ ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കുക. സ്ഥാനച്യുതിം ച ആപദം, പല ആപത്തുകളും വരും. സ്ഥാനത്തിന് ചലനം സംഭവിക്കും. അതിനാൽ കർമാധിപനായ ഗ്രഹമാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം കർമ്മം വളരെ ദോഷമായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം. അവിടെയും പലപ്പോഴും തൻ്റെ ഈഗോ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കുക. തനുസ്തോരവിസ് തുങ്കയഷ്ടം വിധത്തി, ലഗ്നത്തിലെ സൂര്യൻ വടിപിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാരീരിക വിഷയം ഞാൻ സൂചിപ്പിച്ചു. അല്ലെങ്കിൽ ഉയർന്ന പദവി ലഭിക്കും, അധികാരം തനിക്ക് ലഭിക്കുന്നു. മനസ്സന്തവേ ധാരതായാത വർഗാൽ, മനസ്സ് ഭാര്യയെയും ബന്ധുക്കളെയും ചിന്തിച്ചിട്ട് തപിക്കുമെന്നാണ്. അതിനാൽ പലപ്പോഴും ഏകാഗിയായി യാത്ര ചെയ്യുമ്പോൾ ഭാര്യാസുഖം കുറയുക, അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാകും. വവുപീഡ്യതേ വാദപിത്തേന നിത്യവും വാദവും പിത്തവും കൊണ്ട്, പിത്തം ഉഷ്ണാധിക്യത്തെ സൂചിപ്പിക്കുന്നു, രോഗങ്ങളുണ്ടാകുന്നു. സവൈ പര്യടൻ, അയാൾ ധാരാളം സഞ്ചരിക്കുന്നു. ഹ്രാസവൃദ്ധി പ്രയാതി, അവിടെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നു. എങ്കിലും കഴിഞ്ഞ ഒരു മാസത്തെ തുലാൻ രാശിയിലെ നിജസ്ഥനായ സൂര്യനേക്കാളും ഈ വൃശ്ചികൻ രാശിയിലെ സൂര്യന് 50% നമുക്ക് അധികം മാർക്ക് നൽകാം. ശ്രദ്ധിച്ച് നീങ്ങുക എന്ന് മാത്രം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ വൃശ്ചികൻ രാശിക്കാർക്കും ഒരു ശോഭനമായ ഒരു മാസത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ധനുരാശിക്കാർക്ക് ഇന്ന് സൂര്യൻ ദുർബലമായി 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അതത്ര നല്ലതല്ല. 12ാം ഭാവം എന്നാൽ പാപം വ്യാംജ പതനം നിരയെ വാമം അമ്പകം സ്ഥാനഭ്രംശം ച വൈകല്യം ദ്വാദശേന വിചിന്തയത്. 12ാം ഭാവം കൊണ്ട് വൈകല്യങ്ങളെ ചിന്തിക്കണം. ശാരീരികമായ അസ്വസ്ഥതകളെ, രോഗങ്ങളെ ശ്രദ്ധിക്കണം. സൂര്യൻ അസ്ഥികാരകനാണ്. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പാദങ്ങൾക്ക് വരും. അതേ രീതിയിൽ ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന രോഗാദി അരിഷ്ടതകൾ വളരെയധികം ധനുരാശിക്കാർക്ക് വരുന്ന മാസമാണ്. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക, അച്ഛൻ്റെ ആരോഗ്യം വളരെ മോശമാവും, അച്ഛൻ്റെ അനിഷ്ടത്തിന് പാത്രമാവുക. അതിനാൽ അച്ഛൻ്റെ സഹോദരങ്ങളുമായി ഒന്നും തന്നെ ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ശ്രദ്ധിക്കണം. അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവിന് വേണ്ടി മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി താൻ ചെയ്യണം. തൻ്റെ ആരോഗ്യപരമായ വിഷയത്തിൻ്റെ ശ്രേയസ്സിനായിക്കൊണ്ട് തനിക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യാം. കൂളമാല, ജലധാര ശിവക്ഷേത്രത്തിൽ ചെയ്യാം. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാം.
അസമയത്തുള്ള രാത്രിയാത്ര ശ്രദ്ധിക്കണം. ധനു നിശാരാശിയാണ്. അവിടെ 12 സൂര്യൻ വരുമ്പോൾ പതിതസ്തുരിഭേ പാതിത്യം വീഴ്ച വരാം. അസമയത്തുള്ള യാത്രയിൽ ആക്രമിക്കപ്പെടാം. രവിർ ദ്വാദശയെ നേത്രദോഷം കരുതി എന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ണുകൾക്ക് രോഗം വരും. വിപക്ഷാഹവേ ജായദേശോ ജയശ്രീഹി. ചില കേസിലൊക്കെ തനിക്ക് ജയിക്കാം. അതിനാൽ കേസ് വിഷയത്തിലൊക്കെ ഈ 12 സൂര്യൻ ചില നന്മകൾ പ്രദാനം ചെയ്യുന്നെന്ന് പറയുന്നു. സ്ഥിതേലിപ്സിയ ലീയതേ ദേഹദുഃഖം. തൻ്റെ ശരീരക്ഷമതയ്ക്ക് വേണ്ടി സുഖദുഃഖങ്ങളെ ശ്രദ്ധിക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. പിതൃവ്യാപത അച്ഛൻ മുതലായവർക്ക് രോഗങ്ങൾ. അധ്വപ്രദേശേ ഹാനി. വഴിയിൽ വെച്ചിട്ട് അപകടങ്ങൾ. അസമയത്തുള്ള യാത്ര ഒന്നും ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കണം ധനുരാശിക്കാർ. പരിഹാരങ്ങൾ ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഒക്കെ നന്നായി ചെയ്യുക. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ധനുരാശിക്കാർക്ക് സൂര്യൻ തുണയാകട്ടെ. നന്ദി, നമസ്കാരം.